നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7-ൽ ഇന്ന് ലാലേട്ടൻ അക്ബറിനെ നല്ല രീതിയിൽ പൊരിച്ച് വാർക്കുന്നുണ്ട്. കൂടാതെ അക്ബർ അവിടെ കാണിച്ചു കൂട്ടിയ എല്ലാ വീഡിയോസും തന്നെ അക്ബറിനെയും അവിടുത്തെ കണ്ടസ്റ്റൻറ്റിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോസ് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുമ്പോൾ അത്രയും മോശമായിട്ടാണ് അക്ബർ എന്ന് പറയുന്ന വ്യക്തി ആ ബിഗ് ബോസിനെ ഇത്രയും ഇൻ്റർനാഷണൽ ഷോയായ ബിഗ് ബോസിനെ അത്രയും മോശമാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പലരുടെയും കമൻറ്റ് കിടക്കുന്നുണ്ട്, ഇത്രയും പാട്ട് പാടുന്ന ആളുടെ നാവിൽ സരസ്വതി വിളയാടുന്നതിന് പകരം ഇതെന്താണ്, അത്രയും മോശമായിട്ടൊരു ബിഹേവിയർ ആയിരുന്നു അക്ബറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ദേഷ്യമാണെങ്കിൽ ഒട്ടും അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ ലാലേട്ടൻ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് ഒരു മയത്തിലൊക്കെയാണ് ദേഷ്യപ്പെടുന്നത്. പിന്നീട് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ. അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് അവിടെ പ്രത്യേകിച്ച് എല്ലാവരും എന്താണ് പറയുന്നത്, അക്ബറിനെ വഴക്ക് പറയും. ലാലേട്ടൻ സെപ്പറേറ്റ് എടുത്ത് വഴക്ക് പറയാൻ വേണ്ടിയിട്ടായിരിക്കും പൊരിച്ച് വാർക്കുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ ഉമ്മ വിളിക്കുകയാണ്. ഉമ്മ വിളിക്കുന്നത് അക്ബർ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്ബറിൻ്റെ ഉമ്മ പറയുകയാണ്, നീ മോശമായിട്ടാണ് അതിനകത്ത് കളിക്കുന്നത്, മീൻസ് ഇങ്ങനെ ഈ ബാഡ് വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന പോലെ തന്നെ ആ വീട്ടിൽ അങ്ങനെ തന്നെ നിൽക്കാൻ ശ്രമിക്കണം, അല്ല ദേഷ്യം എന്തിനാണ് ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ ഞാൻ ഇനി അങ്ങനെ ആവർത്തിക്കില്ല, ഇനി ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതായിട്ട് ആ ഒറ്റ സെൻറ്റൻസോടെ ഉമ്മ ലൈൻ കട്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇപ്പം തന്നെ അക്ബറിന് മനസ്സിലായി കാണും. അങ്ങനെ ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ നല്ല വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അക്ബറിന് ഇപ്പം തന്നെ ഒരു പുറത്ത് എന്തായിരിക്കും നെഗറ്റീവ് പോയിട്ടുണ്ടെന്ന് അക്ബറിന് നന്നായി മനസ്സിലായിരിക്കും. ഇനിയിപ്പോൾ കളി മാറുമെന്ന് പ്രതീക്ഷിക്കാം.